തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനുകൂലനാണ്. അതുപോലെ 6ൽ സഞ്ചരിക്കുന്ന രാഹുവും ഒട്ടും ദോഷം ചെയ്യില്ല. 5ാം ഭാവത്തിലെ ശനി ഭാഗികമായ ഗുണം ഇവർക്ക് സമ്മാനിക്കും. അതുപോലെ 2ൽ നിൽക്കുന്ന ശുക്രൻ ആഴ്ചയുടെ അവസാനത്തോടുകൂടി 3ാം ഭാവത്തിലേക്ക് പോകും. 3ൽ നിൽക്കുന്ന ബുധൻ അത്ര ഗുണകരമായ ഒരു അവസ്ഥയൊന്നും അല്ലെങ്കിലും താരതമ്യേന ഭേദമാണ്. ശുക്രൻ 3ൽ സഞ്ചരിക്കുമ്പോഴും വലിയ ദോഷങ്ങളൊന്നുമില്ല. 2ൽ സഞ്ചരിക്കുന്നു ആഴ്ചയുടെ അവസാനം വരെ. അതുകൊണ്ട് 2ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. 7ലെ വ്യാഴം സർവത്ര അനുഗ്രഹമാണ്. പിടിച്ച കാര്യങ്ങളെല്ലാം, ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് വിജയമുണ്ടാകണം, ഈശ്വരാധീനമുണ്ടാകണം. പാപദോഷങ്ങളൊന്നും തന്നെ വലുതായിട്ട് ബാധിക്കില്ല. 12ൽ നിൽക്കുന്ന കേതു ആശങ്ക വലുതായിട്ട് ജനിപ്പിക്കും. 12ഉം 8ഉം എപ്പോഴും ആശങ്ക ജനിപ്പിക്കുന്ന ഭാവങ്ങളാണ്. അവിടെ പാപഗ്രഹം നിന്നാൽ ആശങ്ക വർദ്ധിപ്പിക്കാം, ഇല്ലാത്തത് വരും എന്ന് തോന്നും. ചിലപ്പോൾ ഭയാനകമായ അവസ്ഥകൾ ഇവർ സങ്കല്പിച്ച് മനസ്സിനെ ഉണ്ടാക്കി പിരിമുറുക്കമാർന്നൊരവസ്ഥ ഉണ്ടാക്കും. അതിലൊന്നും യാതൊരു കാര്യവുമില്ല. മനസ്സ് ഉറപ്പോടുകൂടി പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ കർമ്മങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുക. ഇവർക്ക് ഈ ഒരാഴ്ച നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും ശുക്രൻ 2ൽ നിൽക്കുമ്പോൾ ഇവർക്ക് എന്ത് വലിയ പ്രോജക്റ്റാണെങ്കിലും അതിൽ ഇവരുടെ വാക്ക് വിശ്വസിക്കുകയും ഇവരെക്കുറിച്ചുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ആ തരത്തിലായിരിക്കും പുറത്തേക്കുള്ള അവരുടെ ഓരോ എക്സിബിഷനും വരിക. വാക്കുകൊണ്ടായാലും ശരി, പ്രവൃത്തി കൊണ്ടായാലും ശരി, ചലനം കൊണ്ടായാലും ശരി, ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശക്തി ഇവരെ ഈ ഒരാഴ്ച സഹായിക്കാനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധിക്കേണ്ടത്, സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പ്രത്യേകിച്ചും ശനിദേവനെ വണങ്ങുക, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി എടുക്കുക, ഇതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമിയെ ദർശിക്കുന്നതും ഓം നമോ നാരായണ ജപിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 19 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു.